തൃശൂരിൽ ഇടതുമുന്നണി മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. TN പ്രതാപന്റേത് പരാജയം ഉറപ്പായതിന്റെ വിലാപം. ദൈവങ്ങളെ കാണിച്ച് നാടിനെ വഞ്ചിക്കുന്ന കാപട്യം ജനങ്ങൾക്ക് മനസ്സിലാകും. അയോധ്യ വിഷയത്തിൽ തരൂർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ചാഞ്ചാട്ടമുണ്ടായി എന്നും ബിനോയ് വിശ്വം 24-നോട് പറഞ്ഞു. തൃശ്ശൂരിൽ CPIക്ക് ലവലേശം സംശയമില്ല. ഞങ്ങൾ മത്സരങ്ങൾ ജയിക്കാൻ വേണ്ടിയാണ്. TN പ്രതാപൻ്റെ കമൻ്റ് ഉണ്ടായി. അന്ന് ഞാനോട് ചോദിച്ചു മാധ്യമങ്ങൾ. ഞാൻ പറഞ്ഞു പരാജയം ഉറപ്പായ ഒരു കോൺഗ്രസ് സുഹൃത്തിൻ്റെ വിലാപമെന്ന് ഞാൻ പറഞ്ഞു. അത് തെളിയിക്കപ്പെടുകയാണ്. രാമായണത്തിന് ഒരു പാർട്ടിയും അവരുടെ മാനിഫെസ്റ്റോയിൽ കാണണ്ട. രാമായണമാണ്, ഇന്ത്യയുടേതാണ്. ശ്രീരാമൻ ഒരു പാർട്ടിയുടെയും വോട്ട് ക്യാൻവാസറല്ല. ശ്രീരാമനാണ്. ബാബറി മസ്ജിദ് പൊളിച്ച ആ പള്ളിയുടെ ശ്മശാന ഭൂമിയിൽ RSSകാരുടെ മുൻകൈയിൽ ഒരു അമ്പലം കെട്ടിപ്പൊക്കുമ്പോൾ ആ കെട്ടിപ്പൊക്കലിനും ആ കൊടും ചതിക്കും വെള്ളപൂശാൻ വേണ്ടി എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ കോൺഗ്രസ് ചാഞ്ചാടി. അതാണ് ഇപ്പോൾ കാണുന്നത്. വിവരങ്ങളുമായി ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, എന്തൊക്കെയാണ് ബിനോയ് വിശ്വം പറഞ്ഞത്? വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാക്കാൻ CPI അടക്കമുള്ള ഇടത് പാർട്ടികൾ ഉദ്ദേശിക്കുന്നത് ഈ അയോധ്യ വിഷയം തന്നെയാണ്. അതിൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെയും ഒരുപോലെ വിമർശിക്കുകയാണ്. അവർക്കേറെ ശക്തിയുള്ള അവർ 4 മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്. നമുക്കറിയാം, അതിൽ തൃശ്ശൂരും തിരുവനന്തപുരവും ഏറെ സൂക്ഷ്മതയോടെ അല്ലെങ്കിൽ ഏറെ പ്രാധാന്യത്തോടെ നോക്കുന്ന ഒരു മണ്ഡലങ്ങളാണ്. തൃശ്ശൂരിൽ അതുകൊണ്ട് തന്നെ വിജയം ഉറപ്പാണ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനോടകം തന്നെ സജീവ ചർച്ചയായി തെരഞ്ഞെടുപ്പിലേക്ക് കടന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. അവിടെ CPI തന്നെ വിജയിക്കും, അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി തന്നെ വിജയിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകളിലുള്ളത്. TN പ്രതാപൻ്റെ പ്രസ്താവനകളെല്ലാം അദ്ദേഹം തള്ളിക്കളയുകയാണ്. പരാജയം ഉറപ്പായതിൻ്റെ ഒരു വിലാപമാണ് TN പ്രതാപൻ നടത്തുന്നതെന്ന് തൃശ്ശൂരത്തെ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു. തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ശശി തരൂരിനെ കടന്നാക്രമിക്കുന്നു, ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വത്തെയും കടന്നാക്രമിക്കുന്നു. അത് മറ്റു വിഷയങ്ങളൊന്നുമല്ല, അയോധ്യ വിഷയം തന്നെയാണ്. അയോധ്യയിലേക്ക് ഗോഡ്സെയെ കൊന്നവർ ക്ഷണിച്ചപ്പോൾ ഗാന്ധിജിയുടെ അനുയായികൾ എന്ന് പറയുന്ന ഗാന്ധിജിയെ കൊന്നവർ ഗോഡ്സെയുടെ അനുയായികളായിട്ടുള്ളവർ ക്ഷണിച്ചപ്പോൾ ആ ഗാന്ധിജിയുടെ അനുയായികളായിട്ടുള്ളവർക്ക് ചാഞ്ചാട്ടമുണ്ടായി. ആ ചാഞ്ചാട്ടം ശശി തരൂരിനും അതുപോലെ തന്നെ പല കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ടായി എന്നുള്ള ഒരു വിമർശനം കൂടി അദ്ദേഹം ഉയർത്തുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് CPIയും ഇടതുമുന്നണിയും. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ശക്തമായ രീതിയിൽ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ പ്രചരണം നടത്തുമെന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വേണു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്.